ഫസ്റ്റ് ഓഫ് ഓൾ ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബീട്രൂട്ട് പച്ചടിയാണ്. ബീട്രൂട്ട് പച്ചടിക്ക് വേണ്ടിയിട്ട് ഒരു ഹാഫ് ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ടി അരപ്പിന് കുറച്ച് തേങ്ങ മതിയേ, തേങ്ങ, കുറച്ച് ജീരകം, 3 പച്ചമുളക്, ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടി ഇട്ട് പേസ്റ്റായിട്ട് അരയ്ക്കണം. പിന്നെ അതിന് ശേഷം ആ പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കണേ, അതിൻ്റെ ഒരു പച്ച ടേസ്റ്റ് മാറാൻ വേണ്ടിയിട്ടാണ്. അതിന് ശേഷം കുറച്ച് തൈര് ഒഴിച്ച് കൊടുക്കണം. ഇതിൻ്റെ ഒന്നും ഞാൻ കറക്റ്റ് ആയിട്ടുള്ള അളവ് പറയുന്നില്ല, കാരണം ഇത് നമ്മൾ ഓണം പ്രിപ്പറേഷൻ ആയിട്ട് ചെയ്ത വീഡിയോ ആണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ ഒരു ദിവസം ഇടാം. അതൊന്ന് ചൂടായതിന് ശേഷം തൈര് ഒഴിക്കുമ്പോൾ തൈര് ഒഴിച്ചതിന് ശേഷം നമ്മൾ ചൂടാക്കേണ്ട ആവശ്യമില്ല. അതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണയിൽ കടുകും പിന്നെ 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് താളിച്ചിട്ട് അതിൽ ചേർക്കണം. അതാണ് അതിൻ്റെ ടേസ്റ്റ്. ഒരിക്കലും നമ്മൾ തൈര് ഒഴിച്ചതിന് ശേഷം അത് തിളപ്പിക്കാനായിട്ട് പാടില്ല. അങ്ങനെ തിളപ്പിക്കുകയാണെങ്കിൽ അതൊരുമാതിരി പിരിഞ്ഞ മാതിരിയാവും, പിന്നെ അതിൻ്റെ ടേസ്റ്റ് പോവും. നല്ല ബീട്രൂട്ട് കിട്ടുകയാണെങ്കിൽ നല്ല കളർ ഉണ്ടാവും. എനിക്ക് അത്യാവശ്യം നല്ല ബീട്രൂട്ടാണ് കിട്ടിയേ. പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഗ്രേറ്റ് ഇടുന്നതിനേക്കാളും അരച്ച് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഗ്രേറ്റ് ചെയ്തിട്ടെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് പച്ചടി റെഡി. ഇനി അടുത്ത് ഒരു ഇൻസ്റ്റൻറ്റ് മാങ്ങയച്ചാറാണ്. ഇത് ഞാൻ നേരത്തെ തന്നെ മാങ്ങയിൽ ഉപ്പും പച്ചമുളകും കൂടെ ഇട്ടിട്ട് ഞരടി വെച്ചതാണ്. മീൻസ് ചെറുതായിട്ട് അരിയണം, എന്നാലേ ആ അച്ചാറിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ അതിലേക്ക് കുറച്ച് മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ അച്ചാറാണ്. മുളക് പൊടി പിന്നെ കുറച്ച് കായപ്പൊടിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിന് ശേഷം ഇത് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. തൈരും കൂടെ ആഡ് ചെയ്യണേ, അതാണ് അതിൻ്റെ ഹൈലൈറ്റ്. വിനീഗറൊന്നും ഇല്ലാതെ ഉള്ള ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു മാങ്ങയച്ചാറാണ്. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം, സെക്കൻഡ്സിനുള്ളിൽ ഉണ്ടാക്കാം. കടുക് വറുക്കുന്ന ഒരു ഇത് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാം സിമ്പിളാണ്. നിങ്ങൾ വിചാരിക്കുമ്പോൾ ഇങ്ങനെ പച്ച ചുവയ്ക്കൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പക്ഷേ ഇത് നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ വെക്കണം, ഒരിക്കലും പുറത്ത് വെച്ചിരിക്കാൻ പാടില്ല, എങ്കിൽ നമ്മൾ ചീത്താവും കേട്ടോ. ഇത് സദ്യ സ്റ്റൈൽ മാങ്ങയച്ചാർ എന്നൊക്കെ പറയില്ലേ, അതാണ്. ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള മാങ്ങയച്ചാറാണ്. അപ്പോൾ തൈരൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഒഴിക്കാവുന്നതാണ്. അതിന് ശേഷം ഇത് താളിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഈ വെളിച്ചെണ്ണയിലോട്ട് കുറച്ച് കടുകും പിന്നെ കുറച്ച് വറ്റൽമുളകും, ഞാൻ ഇതിൽ ഉലുവയും കൂടെ ഇടുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ ഉലുവപ്പൊടി ആഡ് ചെയ്യാം. ഞാനിതിൽ കുറച്ച് ഉലുവ ഇടുന്നുണ്ട്. പിന്നെ ഒരു വറ്റൽമുളകും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് താളിച്ച് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ഈ മാങ്ങയച്ചാർ ചൂടാക്കിയൊന്നും വേണ്ട കേട്ടോ. എന്നും പറഞ്ഞിട്ട് ആ മുളക് പൊടിയുടെ ഒരു വൃത്തിയുടെ ടേസ്റ്റ് പച്ചച്ചുവയൊന്നും വരത്തില്ല. ഇങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ളൊരു അച്ചാറാണ്. ഇനി അടുത്ത് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പഴം പ്രഥമനാണ്. അതിന് വേണ്ടിയിട്ട് ഒരു 4 ഏത്തപ്പഴം ഞാൻ ഓൾറെഡി പുഴുങ്ങി എടുത്തിട്ടുണ്ട്. ഇനി ഈ പുഴുങ്ങിയ ഏത്തപ്പഴത്തിനെ നമുക്ക് നല്ല രീതിക്ക് പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കണം. ആക്ച്വലി ഈ ഏത്തപ്പഴം പായസം, അതായത് പഴം പ്രഥമൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ലേറ്റ് ആവുന്ന ഒരേ ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് നല്ല രീതിക്ക് നെയ്യിൽ വരട്ടിയെടുക്കണം. അങ്ങനെ നെയ്യിൽ വരട്ടിയെടുത്താൽ മാത്രമേ ഈ പഴം പ്രഥമന് ആ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ. അത് നമ്മൾ സമയമെടുത്ത് തന്നെ വരട്ടിയെടുക്കണം കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇത് ജസ്റ്റ് ഓണത്തിൻ്റെ തലേന്നുള്ള പ്രിപ്പറേഷൻസ് ആണ് ഞാൻ ഇതിൽ കാണിക്കുന്നത്. ഇത് ഞാൻ ഒരു ദിവസം എല്ലാം എന്താ പറയുക റെസിപ്പി ആയിട്ട് ഇടാം. ഇനി അടുത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് അത്യാവശ്യം വേണം, എന്നിട്ട് ഒരുപാട് വേണ്ട. എന്നിട്ട് അതിലേക്ക് നമ്മൾ പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന പഴം കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പഴം എന്നിട്ട് നമുക്ക് നല്ല രീതിക്ക് വരട്ടിയെടുക്കണം കേട്ടോ. അതായത് ഇങ്ങനെ ഒന്ന് വഴറ്റിയതിന് ശേഷം ഞാൻ ഓൾറെഡി ശർക്കര പാവ് കാച്ചി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിലേക്ക് അരിച്ചൊഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ വരണ്ട് വരുമ്പോൾ ഇതുപോലെ ഉണ്ടാവും കേട്ടോ, കുറച്ചും കൂടി കളർ ഉണ്ടാവും. എന്നിട്ട് അതിലേക്ക് നമ്മൾ തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കണം. 2ാം പാലാണ് ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് നമ്മൾ പായസത്തിൻ്റെ കട്ടിക്ക് അനുസരിച്ച് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. എന്നിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് തിളയ്ക്കണം. ആ സമയത്ത് ഞാൻ ഇതിൽ കുറച്ച് ഏലക്ക ചതച്ച് ചേർത്തിട്ടുണ്ട്. ഏലക്ക ചതച്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടിച്ചതും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ചതച്ചതായിട്ട് കൊടുത്തേക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. അത് ആ ശർക്കരയുടെ ഒരു 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 കുത്ത് ടേസ്റ്റ് മാറാൻ വേണ്ടിയിട്ടാണ്. ഇനി അവസാനം നമുക്ക് 1ാം പാൽ ഒഴിച്ച് കൊടുക്കാം. ഇനി അടുത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിലേക്ക് കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക. നെയ്യ് ആഡ് ചെയ്തിട്ട് ഇതിലേക്ക് തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും മുന്തിരിയും എല്ലാം കൂടെ ഇട്ട് നല്ല രീതിക്ക് റോസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ അത്യാവശ്യം കൂടുതലും അണ്ടിപ്പരിപ്പും മുന്തിരിയും തേങ്ങാക്കൊത്തൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്, എന്നാലേ പായസത്തിന് ആ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടി നല്ല രീതിക്ക് റോസ്റ്റ് ചെയ്തിട്ട് പായസത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക.
അപ്പം പിന്നെ എന്താണ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹാപ്പി ഓണം. എല്ലാവരും ഓണം അടിച്ചു പൊളിക്കുക. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്.